STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് കുംഭഭരണി ആഘോഷിച്ചു. സംസ്ഥാന ബജറ്റിൽ കുന്നംകുളത്തിന് വികസന പെരുമഴ. കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമാവുന്നു. കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിന് CPM-ന്റെ പച്ചക്കൊടി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുന്നവർക്ക് 1 കോടി രൂപ നൽകാമെന്ന RSS പ്രസ്താവനയ്ക്കെതിരെ CPM-ന്റെ ശക്തമായ പ്രതിഷേധ പ്രകടനം. വാർത്തകൾ വിശദമായി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് കുംഭഭരണി ആഘോഷിച്ചു. മങ്ങാട് ഭഗവതി ക്ഷേത്രം, കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് മഹാകാളി ക്ഷേത്രം, കപ്ലേങ്ങാട് ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ആഘോഷം നടന്നു. മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ പുലർച്ചെ 4:30 മുതൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1:30 മുതൽ 2:45 വരെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് 3:30 മുതൽ കുതിരകളുടെ ക്ഷേത്ര പ്രദക്ഷിണം ആരംഭിച്ചു. 3:45 മുതൽ 5:45 വരെ പൂരങ്ങളുടെ കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് കാളകളി, കാളി എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. സന്ധ്യയ്ക്ക് 6:45 മുതൽ ക്ഷേത്ര ചടങ്ങുകളും തുടർന്ന് കലാപരിപാടികളും രാത്രി പൂരാവർത്തനവും നടക്കും. കുന്നംകുളം തെക്കേപ്പുറം ശ്രീ മാക്കാലിക്കാവ് മഹാകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വർണ്ണാഭമായി. ഇന്ന് രാവിലെ നിർമ്മാല്യ ദർശനം, വാഗച്ചാർത്ത്, ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ, രാവിലെ 8 മണി മുതൽ നടക്കൽപ്പറ, ഉച്ചപൂജ, 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം 3:45 കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പരമ്പരാഗത വേല, ദീപാരാധന, അത്താഴ പൂജ, കളമെഴുത്ത് എന്നിവയുമുണ്ടായി. കൊച്ചന്നൂർ കപ്ലേങ്ങാട് ക്ഷേത്രത്തിലും കുംഭഭരണി ആഘോഷിച്ചു. 3 ദിവസമായി തുടർന്നു വരുന്ന ഭരണി ആഘോഷം ഇന്നത്തെ ഉത്സവത്തോടെ സമാപിക്കും. ഇന്നലെ നടന്ന വേലാഘോഷവും ബുധനാഴ്ച രാത്രി നടന്ന താലം വരവും ഭക്തിസാന്ദ്രമായിരുന്നു.
സംസ്ഥാന ബജറ്റിൽ കുന്നംകുളത്തിന് വികസന പെരുമഴ. കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമാവുന്നു. വർഷങ്ങളായി പ്രഖ്യാപനങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രമായി കിടന്നിരുന്ന പല പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ച് LDF സർക്കാർ കുന്നംകുളത്ത് വികസന പെരുമഴയ്ക്ക് തുടക്കം കുറിച്ചു. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് NR ബാലൻ CPM പ്രതിനിധിയായിരിക്കുമ്പോൾ റവന്യൂ മന്ത്രി KE ഇസ്മയിലാണ് കുന്നംകുളം താലൂക്ക് രൂപീകരണം തത്വത്തിൽ അംഗീകരിച്ചത്. ബാബു M പാലിശ്ശേരി MLA ആയിരിക്കുമ്പോൾ താലൂക്ക് രൂപീകരണത്തിന് മുന്നോടിയായുള്ള മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇപ്പോൾ AC മൊയ്തീൻ കുന്നംകുളത്തിന്റെ സ്വന്തം മന്ത്രിയായപ്പോൾ താലൂക്ക് രൂപീകരണം ഡോക്ടർ തോമസ് ഐസക് യാഥാർത്ഥ്യമാക്കി. തലപ്പള്ളി താലൂക്കിൽ നിന്നും വില്ലേജുകൾ കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ കുന്നംകുളം താലൂക്ക് രൂപീകരിക്കുക. കുന്നംകുളം താലൂക്ക് രൂപീകരണ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നീണ്ട കാലത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് LDF സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കുന്നംകുളവും പയ്യന്നൂരുമാണ് പുതിയതായി രൂപീകരിക്കുന്ന താലൂക്കുകൾ. നഗരവികസനം ലക്ഷ്യമിട്ട് 2 പദ്ധതികൾ കൂടി സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ റിംഗ് റോഡ് പദ്ധതിക്ക് 25 കോടിയും നഗരസഭ റോഡ് വികസന പദ്ധതിക്ക് 50 കോടി രൂപയുമാണ് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഈ 2 റോഡ് നിർമ്മാണ പദ്ധതികളും ആവശ്യമായ 75 കോടി രൂപ കിഫ്ബിയിലാണ് നിക്ഷേപിക്കുക. റിംഗ് റോഡ് പദ്ധതിയും നഗരസഭ റോഡ് വികസന പദ്ധതിയും കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതികളാണ്. ഇന്ന് അനുഭവിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നതാണ് ഈ 2 പദ്ധതികളും. കാണിപ്പയ്യൂരിൽ നിന്ന് ഇടത്തും വലത്തുമായി ആരംഭിക്കുന്ന റിംഗ് റോഡ് പദ്ധതി പാറയമ്പാടത്ത് ചെന്നാണ് അവസാനിക്കുന്നത്. ഇതുമൂലം നഗരത്തിരക്കുകളിൽ നിന്ന് ഒഴിവായി വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കാൻ റിംഗ് റോഡ് പദ്ധതിക്ക് കഴിയും. നഗര വികസന റോഡ് പദ്ധതിയും നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സഹായകരമാകും. 20 മീറ്റർ വീതിയിൽ റോഡ് വികസനം ഉറപ്പാക്കുന്നതായിരിക്കും പുതിയ പദ്ധതി. നാറ്റ്പാക് അധികൃതർ ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. നഗരത്തിലെ ജംഗ്ഷനും തൃശൂർ കോഴിക്കോട് ഗുരുവായൂർ വടക്കാഞ്ചേരി റോഡ് വികസനവും ഇതിന്റെ ഭാഗമായി നടക്കും. കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിന് CPMന്റെ പച്ചക്കൊടി. വർഷങ്ങളുടെ പഴക്കവും വിവാദവുമായ കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് CPM ഏരിയ കമ്മിറ്റിയുടെ പച്ചക്കൊടി. നിരവധി ഭരണസമിതികൾ നഗരസഭയിൽ മാറി മാറി ഭരിച്ചെങ്കിലും വൻ പദ്ധതികൾ സ്വപ്നം കണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴഞ്ഞു പോവുകയായിരുന്നു. കോടതി കേസുകളും സ്ഥലമെടുപ്പും വിവാദങ്ങളും ഒരു പദ്ധതിയെ വർഷങ്ങളോളം ദീർഘിപ്പിക്കാം എന്നതിന്റെ പഠന വിഷയമാക്കേണ്ട ഏറ്റവും വലിയ ഉദാഹരണമാണ് നഗരസഭയുടെ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ്. 4.39 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടും ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ 1/4 നൂറ്റാണ്ടുകാലം കാത്തിരിക്കേണ്ട മറ്റൊരു നഗരസഭയും കേരളത്തിലുണ്ടാവുകയില്ല. ഈ സാഹചര്യത്തിലാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് ചാവക്കാട് ബസ് സ്റ്റാൻഡ് മാതൃകയിൽ അതിനേക്കാൾ മനോഹരവും ആധുനികവുമായ രീതിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിക്കാൻ CPM നേതൃത്വം നഗരസഭാ ഭരണസമിതിക്ക് അനുമതി നൽകിയത്. 30 ബസ്സുകൾക്ക് ഒരേ സമയം വന്നു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ ബസ് യാർഡ് നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക. ഗ്രൗണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്യും. 8 ടോയ്ലറ്റുകളിൽ വെള്ള സൗകര്യവും ബസ് സ്റ്റാൻഡിൽ ഒരുക്കും. ഇപ്പോഴുള്ള മുൻവശത്തെ പണിതീരാത്ത കവാടം കെട്ടിടങ്ങളായി പുനർനിർമ്മിക്കും. സർക്കാർ അനുമതിയോടെ KURDFCയിൽ നിന്ന് വായ്പ എടുക്കാനാണ് ആലോചിക്കുന്നത്. 6.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭയ്ക്ക് വായ്പ നൽകാൻ കുന്നംകുളം അർബൻ ബാങ്കും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എല്ലാം ഒത്തുകൂടിയാൽ ഈ സാമ്പത്തിക വർഷാരംഭത്തിൽ തന്നെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പാ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി.
6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446145776, 9446145778. വാർത്തകൾ തുടരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുന്നവർക്ക് 1 കോടി രൂപ നൽകാമെന്ന RSS പ്രസ്താവനയ്ക്കെതിരെ CPM-ന്റെ ശക്തമായ പ്രതിഷേധ പ്രകടനം. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വധിക്കുന്നവർക്ക് 1 കോടി രൂപ നൽകുമെന്ന് പറഞ്ഞ RSS നേതാവിന്റെ പ്രസംഗത്തിനെതിരെ CPIM-ന്റെ പ്രതിഷേധ പ്രകടനം. പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴഞ്ഞി അങ്ങാടി ചുറ്റി ജെറുസലേമിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ NK ഹരിദാസൻ, ബാബു പുലിക്കോട്ടിൽ, ഷാജു എന്നിവർ നേതൃത്വം നൽകി. വിപണി. അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4800 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4325 രൂപ വരെ, രണ്ടാം തരം 2350 രൂപ മുതൽ 3150 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് കുംഭഭരണി ആഘോഷിച്ചു. സംസ്ഥാന ബജറ്റിൽ കുന്നംകുളത്തിന് വികസന പെരുമഴ. കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമാവുന്നു. കുന്നംകുളം നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിന് CPM-ന്റെ പച്ചക്കൊടി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുന്നവർക്ക് 1 കോടി രൂപ നൽകാമെന്ന RSS പ്രസ്താവനയ്ക്കെതിരെ CPM-ന്റെ ശക്തമായ പ്രതിഷേധ പ്രകടനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.